കുടിശ്ശിക തുക പിരിച്ചെടുക്കാൻ വേറിട്ട നീക്കവുമായി തളിപ്പറമ്പ് വാട്ടർ അതോറിറ്റി. കുടിശ്ശിക ഈടാക്കുന്നതിനൊപ്പം ജലമോഷണം തടയാനും ലക്ഷ്യപ്പെട്ട് ബൈക്ക് സ്ക്വാഡിന് രൂപം നൽകി. തീരദേശം മുതൽ മലയോര മേഖല വരെയുള്ള ഉപഭോക്താക്കളുടെ വീട്ടുമുറ്റത്തേക്ക് ഇനി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും. തളിപ്പറമ്പ് വാട്ടർ അതോറിറ്റിയുടെ പരിധിയിലുള്ള 3.5 കോടി രൂപയുടെ കുടിശ്ശിക പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി പവനൻ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മാട്ടൂൽ തീരദേശം മുതൽ മലയോര മേഖലകളായ ആലക്കോട്, ഉദയഗിരി വരെയുള്ള 70,000-ഓളം ഉപഭോക്താക്കളിലേക്ക് ബൈക്ക് സ്ക്വാഡ് നേരിട്ടെത്തും. കഴിഞ്ഞ 2 മാസങ്ങളിൽ 100% മുകളിൽ റവന്യൂ കളക്ഷൻ നേടിയെടുത്ത ആത്മവിശ്വാസത്തിലാണ് അതോറിറ്റി പുതിയ ചുവടുവയ്പ് നടത്തുന്നത്. 4,000 രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക സ്വകാര്യ കണക്ഷനുകൾ ഇതിനോടകം തന്നെ വലിയ അളവിൽ തീർപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിലാണ് സ്ക്വാഡ് അംഗങ്ങൾ ഇനി വീടുകളിലെത്തുക. തളിപ്പറമ്പ്, ആന്തൂർ മുനിസിപ്പാലിറ്റികൾക്ക് പുറമെ ആലക്കോട്, ഉദയഗിരി, നടുവിൽ, ചപ്പാരപ്പടവ്, കുറുമാത്തൂർ, പരിയാരം, പട്ടുവം, ചെറുകുന്ന് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും സ്ക്വാഡ് പരിശോധന കർശനമാക്കും. വെറും പണം പിരിക്കൽ മാത്രമല്ല ഈ സ്ക്വാഡിന്റെ ലക്ഷ്യം. ജലം പാഴാക്കാതിരിക്കാനുള്ള ബോധവൽക്കരണം, ജലമോഷണം തടയൽ, അതോറിറ്റിയുടെ വിവിധ സേവനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തൽ എന്നിവയും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. 3.5 കോടിയോളം രൂപ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ റവന്യൂ വാർ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3 മാസമായി പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസങ്ങളിൽ നമുക്ക് 100% മുകളിൽ റവന്യൂ കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മാസം അത് 139% കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഘട്ടം എന്ന നിലയിൽ നമ്മൾ 4,000 മുകളിൽ കുടിശ്ശികയുള്ള അത് നമ്മൾ ഇതുവരെ ഉള്ള കണക്ഷനുകളിലെല്ലാം പണം അടപ്പിച്ചുകൊണ്ട് അത് തീർത്തിരിക്കുകയാണ്. 4,000 മുകളിൽ കുടിശ്ശികയുള്ള ഗവൺമെന്റ് കണക്ഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ കണക്ഷനുകളുടെയും കുടിശ്ശിക നമ്മൾ തീർത്ത് അടച്ചിരിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന നിലയിൽ വീടുകളിലേക്ക് പോയിട്ട്, കൺസ്യൂമേഴ്സിന്റെ വീടുകളിലേക്ക് പോയിട്ട് ഒരു മീറ്റർ റീഡറും അതോടൊപ്പം ഒരു ജീവനക്കാരനും ബൈക്കുകളിൽ അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ വീടുകളിലേക്ക് പോയി പണം കളക്ട് ചെയ്യും. അതോടൊപ്പം ശുദ്ധജല സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഹെഡ് ക്ലർക്ക് കെ രാജേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ വി പ്രവീൺ, എം സംഗീത എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.